Hi, my dear friends. എല്ലാവർക്കും ഒരിക്കൽ കൂടി MP ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ മുസ്തഫ പഞ്ചപ്പാടം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങളുടെ കണ്ടതുപോലെ തന്നെ ഹിന്ദു ന്യൂസ് പേപ്പർ മലയാളത്തിലുള്ള അനാലിസിസ് ആണ് ചെയ്യുന്നത്. UPSC പോയിന്റ് ഓഫ് വ്യൂ മറ്റുള്ള KAS പോയിന്റ് ഓഫ് വ്യൂ ഒക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, പ്രധാനമായിട്ടും വായിക്കേണ്ട ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഓരോ ഏതൊക്കെ ന്യൂസുകളാണ് വായിക്കേണ്ടത്, അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും എക്സ്ട്രാ നിങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ എക്സ്ട്രാ കാര്യങ്ങൾ കൂടെ അതിന്റെ കൂടെ തന്നെ പറയുന്നുണ്ട്. മാപ്പ് സ്റ്റഡീസും ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അതിന്റെ ഭാഗമായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ കുറച്ച് കാലത്തിന് ശേഷമാണ് വീണ്ടും ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. ഇത് എന്താണ്, ഡെയിലി കണ്ടിന്യൂ ചെയ്യണോ? അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നോക്കിയിട്ടായിരിക്കും നമ്മളുടെ കാര്യങ്ങൾ ഉണ്ടാവുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും പറഞ്ഞു കൂടുതൽ സമയമാണ്. ഓൾറെഡി പത്രം വായിക്കും ചെയ്യണം. ഇനി പത്രം വായിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യണം, ഡെയിലി അനാലിസിസ് കാണുന്ന രീതിയിൽ എന്ത് ചെയ്യണം, ഉപയോഗപ്പെടുത്തുക എന്നതാണ്. ഓക്കെ, അതിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് നമ്മുടെ UPSC ലക്ഷ്യം വെക്കുന്ന വിദ്യാർത്ഥികൾക്കായിട്ട് പുതിയൊരു UPSC ഫൗണ്ടേഷൻ പ്ലസ് PCM ബാച്ച് ഇപ്പൊ തുടങ്ങുന്നുണ്ട്. പുതിയ ബാച്ച്, അത് വളരെ കുറഞ്ഞ ഫീസിൽ. UPSC ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള NCERT മുതൽ PCM പ്രിലിംസ് കം മെയിൻസ് കംപ്ലീറ്റ് ആയിട്ട് സബ്ജക്ട് പഠിക്കാൻ പറ്റുന്ന പ്രോഗ്രാം ആണ്. ഓക്കെ, വളരെ കുറഞ്ഞ ഫീസിലാണുള്ളത്. പുതിയ ബാച്ചിലുള്ള കുട്ടികൾക്ക് വേണ്ടി സ്പെഷ്യൽ ഓഫർ ഉണ്ട്. 35,000 വരുന്ന പ്രോഗ്രാം 10,000 കുറച്ച് കുട്ടികൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആള് ഉടൻ തന്നെ ഉള്ള നമ്പറുമായിട്ട് 8590850250 എന്നുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഓക്കെ, അപ്പം ഫസ്റ്റ് ന്യൂസ് ഉണ്ടായിരുന്നത് ഹിൻഡൻബർഗ് അദാനി കേസ് ആണ്. പിന്നെ ചില ന്യൂസുകൾ റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടേ ഇരിക്കുന്ന ന്യൂസുകളാണ്. അത് ജസ്റ്റ് ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത് അത് മതി. പിന്നെ എല്ലാ ദിവസവും അതിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നോക്കി പോകണം എന്നില്ല കേട്ടോ. അപ്പൊ അങ്ങനെ വരുന്ന ന്യൂസ് ആണ് ഹിൻഡൻബർഗ് അദാനി കേസ്. ഓക്കെ, അപ്പം ഇവിടെ ഹിൻഡൻബർഗിന്റെ ഈ ഒരു ഇഷ്യൂമായി ബന്ധപ്പെട്ട്, അപ്പൊ അത് അദാനി കേസ് അറിയുന്നത്, അത് നമുക്ക് ആ ഒരു സ്പെസിഫിക് ഇതിലോട്ട് കൂടുതൽ പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ അറിയേണ്ടത് ജസ്റ്റ് സെബിയുടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സെബി അത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സുപ്രീം കോടതി ആണ് സെബിയോട് എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള റിപ്പോർട്ട് വരാൻ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ഇവിടെ സെബിയെ കുറിച്ച് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ നല്ലതായിരിക്കും. സെബി കേട്ടോ, അതിൽ എക്സ്ട്രാ റീഡിങ് നിങ്ങൾക്ക് വേണ്ടതാണ്. നിങ്ങൾ എക്കോണമിയുടെ ഭാഗമായിട്ട് വായിക്കുന്നതായിരിക്കും. ഓക്കെ, ഇപ്പൊ ഈ പാനൽ 2 months ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ടുണ്ട്. ഓക്കെ, കമ്മിറ്റി ഹെഡഡ് ബൈ ദ ജസ്റ്റിസ്, റിട്ടയർഡ് ജസ്റ്റിസ് ആയിട്ടുള്ള ഒരു ജസ്റ്റിസ് മെമ്പർ ആയിട്ടുള്ള, സോറി, കമ്മിറ്റി ചെയർ ആയിട്ടുള്ളതാണ് അപ്പൊ മിനിമം പബ്ലിക് ഷെയർ ഹോൾഡിംഗ് ആണ്. സെബി ഹാഡ് ബീൻ സസ്പെക്ടിങ് ദ 13 ഓവർസീസ് എൻറ്റിറ്റീസ് എന്ത് ചെയ്യുന്നുണ്ട്, അദാനി ഗ്രൂപ്പായിട്ട് ലിങ്ക് ആയിട്ടുള്ള അവരെന്ത് ചെയ്യാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എങ്ങനെയാന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ അത്തരം കാര്യങ്ങൾക്ക് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രൈസ് മാനിപ്പുലേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അപ്പൊ ഈ ഒരു ഇപ്പം ഈ മെയിൻ ഇഷ്യൂ വരാൻ കാരണം ഈ ഒരു സെക്കൻഡറി മാർക്കറ്റ്, സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പൊ നിങ്ങൾ ഇവിടെ നന്നായിട്ട് നമുക്ക് നോക്കേണ്ടതും ക്വസ്റ്റ്യൻ പൊട്ടൻഷ്യൽ വരുന്നതും സെബി അത്തരത്തിൽ ഇന്ത്യയുടെ സെക്കൻഡറി മാർക്കറ്റ്, ഇപ്പൊ ഷെയർ മാർക്കറ്റുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നോക്കാൻ നല്ലത് കേട്ടോ. അല്ലാതെ അദാനി ഗ്രൂപ്പിനെ കുറിച്ച് കൂടുതലായിട്ട് അങ്ങനെ നോക്കണം എന്നില്ല, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആവശ്യമില്ല. ഓക്കെ, പിന്നെ മറ്റൊരു ന്യൂസ് ഉണ്ടായിരുന്ന RBI പുൾ ഔട്ട് ദ 2000 നോട്ട്സ് ആക്റ്റീവ് സർക്കുലേഷൻ ഒഴിവാക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ RBI ആക്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കിയേക്കാം. ഇപ്പൊ 2000 നോട്ട് പിൻവലിച്ചു. നമ്മൾ മോണിറ്റൈസേഷൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു. മോണിറ്റൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ബെനിഫിറ്റ് ഒക്കെ ഉണ്ടാകാൻ പോകുന്ന ബ്ലാക്ക് മണി ടാക്കിൾ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണ്ടിയായിരുന്നു. ഇപ്പൊ 2000 നോട്ട് വിഡ്രോ ചെയ്തിട്ടുണ്ട്. അത് RBIയുടെ ഒരു ആക്ട് പ്രകാരമാണ് ചെയ്യുന്നത്. അപ്പൊ RBIക്കാണ് ഇന്ത്യയിൽ മണി സർക്കുലേറ്റ് ചെയ്യാനുള്ള കംപ്ലീറ്റ് അധികാരം. അപ്പൊ ഇന്ത്യയിൽ അത് വിഡ്രോ ചെയ്യാനുള്ള അധികാരമുണ്ട്. ഓക്കെ, ഇന്ത്യയിൽ 1 രൂപ നോട്ടും അതുപോലെ തന്നെ കോയിൻസും ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് ആണെങ്കിൽ, ബാക്കിയുള്ള എല്ലാ നോട്ട്സുകളും എന്താണ് പ്രിന്റ് ചെയ്യുന്നതും സർക്കുലേറ്റ് ചെയ്യുന്നതും RBI ആണ്. ഈ 1 രൂപ നോട്ടും കോയിൻസും ചെയ്യുന്നതും സർക്കുലേറ്റ് ചെയ്യുന്ന RBI ആണ്. അത് പ്രിന്റ് ചെയ്യുന്നത് ഗവൺമെന്റ് മിനിസ്റ്ററി ആണെന്ന് മാത്രം. അതുകൊണ്ടാണ് നമ്മളുടെ അതിൽ മാത്രം മിനിസ്റ്ററി, ഫിനാൻസ് സെക്രട്ടറിയുടെ സൈൻ ആണ് ഇത് ഉണ്ടാവാറ് 1 രൂപ നോട്ടിൽ. ബാക്കിയുള്ളതൊക്കെ RBIയുടേതാണെന്ന് അറിഞ്ഞിരിക്കാം. അപ്പൊ അത് RBIയുടെ അധികാരത്തിൽ വരുന്ന RBI ആക്ട്, അതുമായി ബന്ധപ്പെട്ട് വെക്കുക. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കേണ്ട കാര്യം എന്താ, RBIനെ കുറിച്ച് ജസ്റ്റ് നോക്കിയേക്കുക. അതല്ല, RBI എപ്പോഴും ന്യൂസ് ഉണ്ടാവുന്നതാണ് എങ്കിലും RBIയുടെ ഫങ്ഷൻസ്, അതുപോലെ തന്നെ മോണിറ്ററി ഈ ഫങ്ഷൻസ് RBIക്ക് ഉണ്ട്. കറൻസി പ്രിന്റ് ചെയ്യാന്നുള്ളതും അതുപോലെ തന്നെ മറ്റുള്ള കറൻസി വിഡ്രോ ചെയ്യാന്നുള്ളതൊക്കെ RBIയുടെ അധികാരത്തിൽ വരുന്നതാണ്. അതിൽ അറിയേണ്ടതുള്ളൂ. പിന്നെ മറ്റൊരു ന്യൂസ് ഉണ്ടായിരുന്നപ്പോ ഈ ഒരു പിക്ചറുമായി ബന്ധപ്പെട്ട് സമ്മിറ്റ്, G7 സമ്മിറ്റ് തുടങ്ങാൻ പോവാണ് ജപ്പാനിൽ. ഹിരോഷിമ പീസ് മെമ്മോറിയൽ പാർക്കിലുള്ള ഒരു ഇതാണ് വരുന്നത്. ഹിരോഷിമ നാഗസാക്കി നോക്കി വെക്കുക. അപ്പൊ ഇവിടെ ഓൾറെഡി G7 സമ്മിറ്റ്, G20 സമ്മിറ്റിനെ കുറിച്ച് ചെറിയ രൂപത്തിൽ അറിയല് നല്ലതായിരിക്കും. അത് ഞാൻ കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ പറയുന്നുണ്ട്. G7 എന്താന്നുള്ളത്. G7 എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ്, G7 G20 നിങ്ങൾ പല ഗ്രൂപ്പിംഗ് കേട്ടിട്ടുണ്ടാവും. ആ ഗ്രൂപ്പിംഗിന്റെ ഡിഫറൻസ് പറയുന്നതാണ്. G7 എന്ന് പറയുന്നത് ഏറ്റവും ഡെവലപ്ഡ് ആയിട്ടുള്ള കുറച്ച് കൺട്രീസ് അടങ്ങിയാണ് G7 എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ USA, ഇറ്റലി, ജപ്പാൻ,
UK, ഫ്രാൻസ്, കാനഡ, ജർമ്മനി. ഇപ്പൊ ഏഷ്യൻ ജപ്പാൻ മാത്രമേ അതിലേക്കുള്ളൂ എന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ US എന്നും അതുപോലെ തന്നെ പിന്നെ ബാക്കിയുള്ളൊക്കെ ഇതാണ് യൂറോപ്പ് എന്നുള്ള കൺട്രീസ് ആണ് 7th. അതിലേക്ക് G8 ആയിരുന്നു പ്ലസ് റഷ്യയും കൂടി കൊടുക്കഴിഞ്ഞാൽ റഷ്യനെ പുറത്താക്കിയതാണ് മുമ്പ് ക്രിമിയൻ വാർ ഉണ്ടായ സമയത്ത്. G20 എന്ന് പറയുന്നത് ഡെവലപ്പിംഗ് കൺട്രീസ് ആണ്, ഫാസ്റ്റ് ഡെവലപ്പിംഗ് ആയിട്ടുള്ള എക്കണോമിക്സ് ആണ് G20 വരുന്നത്. ഈ G7ഉം റഷ്യയും കുറച്ച് രാജ്യം കൂടുകളാണ് G20 ആകുമ്പോൾ UPSC G20 മെമ്പേഴ്സിനെ ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അപ്പൊ അതിൽ വരുന്ന കാര്യങ്ങൾ ടർക്കി, യൂറോപ്യൻ യൂണിയൻ, അർജന്റീന, ബ്രസീൽ, സൗത്ത് കൊറിയ, മെക്സിക്കോ, ചൈന, ഇന്തോനേഷ്യ, സൗദി അറേബ്യ, ഓസ്ട്രേലിയ, ഇന്ത്യ, സൗത്ത് ആഫ്രിക്ക. ഏഷ്യന്ന് വരുന്ന രാജ്യങ്ങൾ ഇപ്പൊ ഡെവലപ്ഡ് കൺട്രീസ് ഒക്കെ എന്തായാലും അതിലുണ്ടാവും. പ്ലസ് കൂടാതെ ഏഷ്യ എന്നുള്ള രാജ്യങ്ങളൊന്ന് ഇന്ത്യ, ഇന്തോനേഷ്യ, സൗദി അറേബ്യ, പിന്നെ അതുപോലെ തന്നെ സൗത്ത് കൊറിയ, പിന്നെ അതുപോലെ തന്നെ ഇതാണുള്ളത് ചൈന. പിന്നെ ആഫ്രിക്ക എന്നാണെങ്കിൽ സൗത്ത് ആഫ്രിക്ക മാത്രമേ ഉള്ളൂ, അറിഞ്ഞിരിക്കുക സൗത്ത് ആഫ്രിക്ക. പിന്നെ അതുപോലെ തന്നെ യൂറോപ്പിൽ നിന്ന് ടർക്കി എക്സ്ട്രാ വരുന്നുണ്ട്. ടർക്കി യൂറോപ്യൻ യൂണിയൻ ഇതിൽ വരുന്ന മെമ്പറാണ്, പ്രത്യേകം നോട്ട് ചെയ്തത് യൂറോപ്യൻ യൂണിയൻ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ബ്രസീല്, അതുപോലെ തന്നെ മെക്സിക്കോ, അതാണ് സൗത്ത് അമേരിക്ക എന്നുള്ള രാജ്യങ്ങൾ. ഓസ്ട്രേലിയ ഉണ്ട്. ഇത് UPSC ചോദിച്ചു, അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടി എടുത്ത് പറയാൻ കാരണം. അപ്പൊ ഇത് ജസ്റ്റ് രാജ്യങ്ങളാണ്. ഇപ്പൊ ഇതിൽ G20 ഇനി വരാൻ പോകുന്നത് ഇന്ത്യയിലാണ്, അതിന്റെ അടുത്ത മീറ്റിംഗ് വരാൻ പോകുന്നത്. G7 ഇപ്പൊ ജപ്പാനിലാണ്, നോക്കി വെക്കുക കേട്ടോ. അപ്പൊ G7മായി ബന്ധപ്പെട്ട് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് 7 എന്നുള്ളതാണ്, ഒരു ഇൻഫോർമൽ ബ്ലോക്ക് ഓഫ് ഇൻഡസ്ട്രിയലൈസ്ഡ് ഡെമോക്രസിയാണ്. ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, UK, ജപ്പാൻ, US, കാനഡ എന്നുള്ളതാണ്. ഒരു ആനുവലി മീറ്റ് ചെയ്യാറുണ്ട്, അവരുടെ കോമൺ ഇഷ്യൂസ് ഒക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി. റീസെന്റ് 48th സമ്മിറ്റ് നടന്നു G7 നാഷന്റെ. ഇപ്പൊ 49th ആണ് ഇനി നടക്കാൻ പോകുന്നത് കേട്ടോ. ജർമ്മനിയാണ് 2022 ഇത് ഓൾഡ്, 2023 ജപ്പാനാണ് വരുന്നത് അറിഞ്ഞിരിക്കുക. ഓക്കെ, അതുപോലെ തന്നെ എന്താ പറയുന്നത് ഉണ്ടാക്കിയെന്ന G7 എന്ന് പറയുന്നത് ഒരു ഇൻഫോർമൽ മീറ്റിംഗ് ആണ്. നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റേഴ്സിന്റെ ഫ്രാൻസും വെസ്റ്റ് ജർമ്മനിയും US-ഉം UK-യും ബ്രിട്ടനും ഒക്കെ ഗ്രൂപ്പ് ഓഫ് 5 ആയിട്ടാണ് തുടങ്ങുന്നത്. അന്ന് ജപ്പാനൊക്കെ ആയിട്ട് 1973 ഓയിൽ ക്രൈസ് ഉണ്ടായ സമയത്ത് തുടങ്ങിയതാണ്. അത് പിന്നീട് ഇങ്ങനെ അതിലേക്ക് മറ്റുള്ള ആളുകളൊക്കെ ആഡ് ചെയ്തിട്ടാണ് ഇപ്പൊ ഈ രീതിയിലായിട്ടുള്ളത്. ഫ്രാൻസും വെസ്റ്റ് ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, UK ഒക്കെ എന്ത് ചെയ്തിട്ട് കൂടുതൽ ഗ്രൂപ്പ് ഓഫ് 6 ആവുന്നുണ്ട് പിന്നീട്. പിന്നെ G7 ആയിട്ട് മാറുന്ന പ്യൂട്ടോറിക്കയിൽ വെച്ചിട്ടാണ് നമ്മുടെ 1976 ഓക്കെ അറിഞ്ഞിരിക്കുക. പിന്നെ സോവിയറ്റ് യൂണിയൻ 1991 റഷ്യ അതിലേക്ക് വരുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പിന്നീട് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ റഷ്യന്റെ മെമ്പർഷിപ്പ് അതിന് എടുത്തു ഒഴിവാക്കുക ചെയ്യുന്നത്. കാരണം എന്തിന്റെ ശേഷം ക്രിമിയ അനക്സ് ചെയ്തതിനു ശേഷം. അപ്പം ഇന്റർനാഷണലി ഫിനാൻഷ്യൽ കാര്യം ഡിസ്കസ് ചെയ്യാനൊക്കെയാണ്. അപ്പൊ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഇപ്പൊ ജപ്പാനിലോട്ട് പോകുന്നുണ്ട് സ്പെഷ്യൽ ഇൻവൈറ്റ് ആയിട്ട് G7ന്റെ. ഇന്ത്യ പ്രൈം മിനിസ്റ്റർ ഇത് ഇന്ത്യയിൽ മെമ്പർ അല്ലെങ്കിൽ കൂടിയും ഇന്ത്യ സ്പെഷ്യൽ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് അറിഞ്ഞിരിക്കാം. അതാണ് ഫ്രണ്ട് പേജിൽ പിന്നെ നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ. ഓക്കെ, ന്യൂസിൽ പിന്നെ ഇതൊക്കെ ജസ്റ്റ് വായിച്ചാൽ മതി. കേരളവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഓൾറെഡി ഹോസ്പിറ്റൽ പ്രൊട്ടക്ഷൻ, ഇത്തരത്തിലുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഡോക്ടേഴ്സിനും ഹെൽത്ത് വർക്കേഴ്സിനും പ്രൊട്ടക്ഷൻ കൂട്ടുന്നുണ്ട്, കാരണം നമ്മുടെ ആ ഒരു ഇഷ്യൂ ഉണ്ടായതിനു ശേഷം. ഓക്കെ, കൊട്ടാരക്കര. അപ്പൊ അത് ജസ്റ്റ് നിങ്ങളൊന്ന് നിങ്ങളുടെ ഒരു മെയിൻസിന് വേണ്ടിയൊക്കെ അത് ഇന്റർവ്യൂവിന് വേണ്ടിയൊക്കെ മനസ്സിലാക്കിയൊക്കെ നല്ലതാണ്. എന്താണ് ഇഷ്യൂ, ഹെൽത്ത് സെക്ടേഴ്സിലുള്ള പ്രൊട്ടക്ഷൻ ഇല്ലേ, ഉണ്ടോ, എന്താ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, എന്താണ് ഇഷ്യൂസ് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ നല്ലതായി. അതാണ് ഫസ്റ്റ് പേജിൽ അറിയേണ്ടത്. പിന്നെ സെക്കൻഡ് പേജ് മുതൽ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ന്യൂസ് ആണ്. അതെന്ന് പറയുന്നത് ഇതിപ്പം ഡൽഹി ബേസ്ഡ് എഡിഷൻ ആയതുകൊണ്ട് തന്നെ അത് കൂടുതൽ നമുക്ക് ആവശ്യമില്ല. നമ്മുടെ കേരളവുമായി ബന്ധപ്പെട്ട ന്യൂസ് നിങ്ങൾക്ക് നിങ്ങളുടെ കേരള എഡിഷനിൽ നോക്കി വെക്കാം, ഇന്റർവ്യൂവിന് വേണ്ടി ചില രീതിയിലൊക്കെ മനസ്സിലാക്കിയാൽ നല്ലതായിരിക്കും. നമുക്ക് ഇനി അടുത്ത പേജിലോട്ട് പോകാം. എഡിറ്റോറിയൽ കോളത്തിലോട്ട് പോവുകയാണെങ്കിൽ, എഡിറ്റോറിയൽ കോളം എന്ന് പറയുന്നത് നിങ്ങൾ ചില ന്യൂസുകൾ നിർബന്ധമായിട്ട് വെക്കാം. കർണാടക ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പ്രത്യേകിച്ച് നമുക്ക് ഇമ്പോർട്ടന്റ് ഇല്ല, നിങ്ങളുടെ ഒരു അറിവിന് വേണ്ടി വായിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. ചേഞ്ച് ഫോർ ദ ബെറ്റർ ഷിഫ്റ്റിംഗ് റിജ്വൻ എന്ത് ചെയ്യുന്നു, ലോ മിനിസ്റ്ററിൽ നിന്ന് മറ്റുള്ള മിനിസ്റ്ററുകളിലോട്ട് മാറ്റുന്നുണ്ട്. ഇപ്പൊ ലോ മിനിസ്റ്ററായിട്ട് ഉണ്ടായിട്ടുള്ള ചില കോൺഫ്ലിക്റ്റ്, ഇദ്ദേഹം മിനിസ്റ്ററായ സമയത്തായിരുന്നു ഒരുപാട് കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പം അത് നമ്മളിപ്പം നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷൻ വരുന്നു, ജുഡീഷ്യറി കൂടുതലായിട്ട് എക്സിക്യൂട്ടീവിന് ഇത് വേണം, അപ്പൊ സെപ്പറേഷൻ ഒഴിവാകുന്ന ചില ഒരുപാട് കാര്യങ്ങൾ അത് നമുക്ക് പൊളിറ്റിയിൽ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇത് ഈ ഒരു സ്പെസിഫിക് ന്യൂസ് അത്ര ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ കൂടിയും ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവ് നമ്മൾ ഒരുപാട് ഇഷ്യൂസ് റീസെന്റ് ആയിട്ട് ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗത്ത് നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷൻ വരെ ഇപ്പം ബില്ലായിട്ട് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷൻ NJC എന്ന് പറയും, മുമ്പ് അത് ഒഴിവാക്കിയതാണ് സുപ്രീം കോടതി. അപ്പൊ വീണ്ടും ബില്ല് രാജ്യസഭയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അഥവാ ജുഡീഷ്യറിയിലെ അപ്പോയിന്റ് ചെയ്യുന്ന എക്സിക്യൂട്ടീവ് എന്ത് അപ്പോയിന്റ് ചെയ്യുന്ന രീതിയിൽ ഇപ്പൊ കൊളീജിയൻ സിസ്റ്റം ആണല്ലോ അപ്പോയിന്റ് ചെയ്യുന്നത്. അതിന് പകരം അതൊക്കെ ഈ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടായത് ഇദ്ദേഹം മിനിസ്റ്റർ അയക്കുന്ന സമയത്താണ്. ലോ മിനിസ്റ്റർ ഇപ്പൊ ഇദ്ദേഹം എർത്ത് മിനിസ്റ്ററിലോട്ട് പോയിട്ടുണ്ട്, അത് വേറെ വിഷയം. പിന്നെ മറ്റൊരു ന്യൂസ് ഉണ്ടായിരുന്നത് അമംഗ് ദ അലൈറ്റ്സ് എന്നുള്ളതാണ്. ഇന്ത്യൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യക്ക് ക്ഷണം കിട്ടിയിട്ടുണ്ട് ഏതിലേക്ക്, നമ്മുടെ ജപ്പാനിൽ നടക്കുന്ന G7 മീറ്റ്. G7 മീറ്റിന്റെ ഇതാണ് നിങ്ങൾ കണ്ടത്. പ്രൈം മിനിസ്റ്റർ അങ്ങോട്ട് പോവാണ്.
ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ. അപ്പൊ ഇന്ത്യ എന്ന് പറയുന്നത് G7 മെമ്പർ അല്ലെങ്കിൽ കൂടിയും ഇന്ത്യക്ക് എന്നൊരു സ്പെഷ്യൽ ഇൻവൈറ്റ് കിട്ടിയിട്ടുണ്ട്. കാരണം ഒന്ന് G20 മീറ്റിംഗ് ഇന്ത്യയാണ് പ്രസിഡൻസി ഉള്ളത്, ഇന്ത്യയിലാണ് നടക്കാൻ പോകുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടൊക്കെ അതും ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് കൺട്രി ആണല്ലോ. അപ്പൊ അതുകൊണ്ട് പിന്നെ ജപ്പാനായിട്ട് നല്ല റിലേഷൻ വെച്ചിട്ടൊക്കെ നമുക്ക് അതിലേക്ക് ഇൻവൈറ്റ് കിട്ടിയിട്ടുണ്ടെന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. അപ്പൊ അങ്ങോട്ട് പോവാണ് പ്രൈം മിനിസ്റ്റർ. അപ്പൊ G7 G20 നമുക്ക് ഈ വർഷം നല്ല ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇന്ത്യ പങ്കെടുക്കുന്നുണ്ട്, G20 ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. ഈ വർഷത്തെ UPSC എക്സാമിന് തന്നെ പ്രതീക്ഷിക്കാം ക്വസ്റ്റ്യൻ. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ റഷ്യ യുക്രൈൻ വാർ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തും നമുക്കത് ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഇന്ത്യന്റെ ഇങ്ങോട്ടുള്ള ഇൻവൈറ്റ് തന്നെ. കാരണം യുക്രൈന്റെ പ്രസിഡന്റിനെ പ്രൈം മിനിസ്റ്ററെയും അദ്ദേഹം ക്ഷണിച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹമായിട്ട് നമ്മുടെ പ്രൈം മിനിസ്റ്റർ മീറ്റ് ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. പിന്നെ G7 കൺട്രീസ് US, UK, കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, യൂറോപ്യൻ യൂണിയൻ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, യുണൈറ്റഡ് ആൻഡ് ഇൻ ദ എഫേർട്സ് ഓഫ് ദി സാങ്ഷൻ റഷ്യ വേണം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പം പക്ഷെ ഇന്ത്യ നല്ല റിലേഷനിലാണ് അറിഞ്ഞിരിക്കുക. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യയുടെ പൊസിഷൻ വിൽ ബി മോർ ഇമ്പോർട്ടന്റ് ആണ് ഫോർ ദ വോയിസ് ഓഫ് ദി ഗ്ലോബൽ സൗത്ത്. ഓക്കെ, അതാ ഡെവലപ്പിംഗ് കൺട്രീസിൽ ഒരു ഇമ്പോർട്ടന്റ് വോയിസ് ഇന്ത്യൻ്റെതാണ്. ആ രീതിയിലൊക്കെ ഇന്ത്യക്ക് ക്ഷണം കിട്ടിയതായിട്ട് പറയാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ G7 കൺട്രീസ് ഓൺ ദ ഡെവലപ്പിംഗ് വേൾഡ് ഇൻക്ലൂഡിംഗ് ഫുഡ്, ഫെർട്ടിലൈസർ, എനർജി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ അതുപോലെ തന്നെ മിസ്റ്റർ മോഡി ഹാസ് കമ്മിറ്റഡ് കോൺവെർസേഷൻസ് അബൌട്ട് ദ ഇമ്പാക്ട് ഓഫ് ദി സാങ്ഷൻസ്. G7 കൺട്രീസ് കൊണ്ടുവന്ന പല സാങ്ഷൻസ് ഉണ്ട് കൺട്രീസ് ഓൺ ദ ഡെവലപ്പിംഗ് വേൾഡ് ഇൻക്ലൂഡിംഗ് ഫുഡ്, ഫെർട്ടിലൈസർ, എനർജി, സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ബാധിക്കുന്നത് പറയുന്നുണ്ട്. പിന്നെ യുക്രൈൻ പ്രസിഡന്റ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ വ്ളാഡിമിർ സെലൻസ്കി ഇതിലേക്ക് മീറ്റ് ചെയ്തിട്ടുണ്ട്, വരുന്നുണ്ട്. അപ്പൊ അദ്ദേഹവും G7 മീറ്റിംഗിൽ അദ്ദേഹവും പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള മീറ്റിംഗും നമുക്ക് ഇമ്പോർട്ടന്റ്. കാരണം വാർ തുടങ്ങിയതിനു ശേഷം നമ്മൾ അദ്ദേഹത്തെ ഇതുവരെ പ്രൈം മിനിസ്റ്റർ ഇന്ത്യ ഒഫീഷ്യലി മീറ്റിംഗ് ഉണ്ടായിട്ടില്ല. അപ്പൊ അതൊക്കെ നമുക്ക് ജസ്റ്റ് ന്യൂസ് G7 മീറ്റിംഗ് കഴിഞ്ഞാൽ നമുക്ക് നോക്കാൻ പറ്റും കേട്ടോ. ഇന്ത്യ വിൽ ബി ദ ഫോർ ഫ്രണ്ട് ആസ് G7 ആൻഡ് G+ കൺട്രീസിലൊക്കെ കേട്ടോ. അതുപോലെ ഡെപ്റ്റ് സസ്റ്റൈനബിലിറ്റി എന്ന ഹെൽപ്പിംഗ് കൺട്രീസ് സച്ച് ശ്രീലങ്ക, ഡെപ്റ്റ് ട്രാപ്പിന്റെ കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഇന്ത്യ മുന്നിട്ട് നിൽക്കുന്ന രാജ്യമാണ് മറ്റുള്ള രാജ്യങ്ങളെ സഹായിക്കുന്നതിൽ. അപ്പൊ അതും അത്തരം കാര്യങ്ങൾക്ക് ഡിസ്കഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് ജസ്റ്റ് മീറ്റിംഗ് കഴിഞ്ഞാൽ അതിന്റെ ഔട്ട്കംസ് നമുക്ക് നോക്കാം എന്തൊക്കെ ആയിരിക്കും എന്നുള്ളത്. അപ്പൊ G7 ഗ്രൂപ്പിംഗ് എന്താണ്, G20 ഗ്രൂപ്പിംഗ് എന്താണ്, G8 എങ്ങനെയായിരുന്നു, റഷ്യ എങ്ങനെ പുറത്തുപോയി, ഇത്തരം കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കാം. പിന്നെ നിങ്ങൾ വായിക്കേണ്ട ഒരു ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു ആർട്ടിക്കിൾ ഒന്ന് വായിച്ചാൽ മതി. ഏത് ട്രാക്കിംഗ് ദ SDG ഭോപ്പാൽ വേ എന്ന് പറഞ്ഞാൽ ഭോപ്പാൽ SDG സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോള് യുഎന്നിന്റെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളാണ്. അപ്പൊ അത് 17 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളുള്ളത്, അത് ഏതൊക്കെയാണ് നോക്കി വെക്കണം കേട്ടോ. അപ്പൊ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഓരോ രാജ്യങ്ങളും ഓരോരുത്തരുടേതായ ടാർഗറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ ഭോപ്പാലിന്റെ ചില മോഡൽ ജസ്റ്റ് നോക്കി വെക്കുക, സിറ്റിയിൽ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത്. ഇന്ത്യ SDG ഗോൾസ് ചെയ്യുന്നുണ്ട്. അതിൽ നീതി ആയോഗാണ് മുന്നിട്ട് നിൽക്കുന്നത്, നോക്കുന്നത് കേട്ടോ ഓവറോൾ. പിന്നെ നമ്മുടെ മണിപ്പൂരിലുള്ള ഇഷ്യൂ അത് പല സമയങ്ങളിൽ ന്യൂസിലുള്ളതാണ്, ജസ്റ്റ് ഒന്ന് അറിഞ്ഞാൽ മതി മണിപ്പൂരിൽ എന്താണ് ഇഷ്യൂ എന്നുള്ളത്. ആർട്ടിക്കിൾ വായിക്കുന്നതും പ്രശ്നമൊന്നുമില്ല. പിന്നെ നിങ്ങൾ വായിക്കേണ്ട അദാനി കേസ് ഞാൻ പറഞ്ഞു. പിന്നെ ഇപ്പൊ നമ്മൾ 34 ജഡ്ജ് അതിന്റെ ഫുൾ സ്ട്രെങ്ത് സുപ്രീം കോടതി എത്തുന്നു. സുപ്രീം കോടതിന്റെ ഇപ്പൊ എണ്ണ ജഡ്ജിനാണ് 34 ആണ്. മുമ്പ് 31 ആയിരുന്നു, 3 പേരെ ആഡ് ചെയ്ത് 34 ആക്കി. അപ്പൊ ആ 34 കംപ്ലീറ്റ് ആയിട്ട് ഇതിലോട്ട് ആയിട്ടുണ്ട്. ഓക്കെ, 34 ജഡ്ജും ഫുൾ ആയിട്ടുണ്ട്. അപ്പൊ അതിൽ പുതിയ 2 ആളുകളെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ സുപ്രീം കോടതി ജഡ്ജിന്റെ എണ്ണം കൂട്ടാനും കുറയ്ക്കാനൊക്കെ ഉള്ള അധികാരം എന്ന് പറയുന്നത് പാർലമെന്റിനാണ്. പാർലമെന്റ് ബൈ ലോ പ്രകാരം സിമ്പിൾ മെജോറിറ്റി മതി കൂട്ടാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെയാണ് കൂട്ടി വന്നിട്ടുള്ളത്. ഓവർലോഡ് അനുസരിച്ച് കൂട്ടുക എന്നുള്ളതാണ്. ഹൈക്കോടതിയുടെ ജഡ്ജ് അങ്ങനെ ബൈ ലോ വേണമെന്നില്ല, അത് നമ്മളുടെ പ്രസിഡന്റ് തീരുമാനിക്കാനും ചെയ്യാം. പിന്നെ പുതിയൊരു ജഡ്ജി പോകുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ ഇൻഡിപെൻഡന്റ് ഓഫ് സുപ്രീം കോടതി ഇന്റഗ്രൽ ടു റൂൾ ഓഫ് ദി ലോ ആവശ്യമാണെന്നൊക്കെ പറയുന്നുണ്ട്. റൂൾ ഓഫ് ലോ എന്ന് പറയുമ്പോൾ ആർട്ടിക്കിൾ 14 ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. പിന്നെ അതിലാണ് പറയുന്നത് റൂൾ ഓഫ് ലോ എന്ന് പറയുന്നത് നിയമമായിരിക്കും എവിടെ ഇമ്പോർട്ടന്റ്. എല്ലാവരും ഈക്വൽ ആണെന്നുള്ള, എല്ലാവരും നിയമത്തിനുള്ള ആർക്കും ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്നുള്ളതാണ്. ചില എക്സംഷൻസ് ഉണ്ട്, പ്രസിഡന്റ്, ഗവർണർ, അവർക്കൊക്കെ ചില അവരുടെ ആ കാലഘട്ടത്തിൽ ചില പ്രശ്നങ്ങൾ കൊടുക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി അങ്ങനെ. പിന്നെ ഇതാണ് മാറിപ്പോകുന്നത് മിനിസ്റ്ററി കേട്ടോ. നമുക്ക് ഇമ്പോർട്ടന്റ് പൊളിറ്റിക്കൽ ന്യൂസ് ഒന്നും ഇമ്പോർട്ടന്റ് അല്ല, ഞാൻ ജസ്റ്റ് ജുഡീഷ്യറി ഇഷ്യൂ ഉണ്ടായതുകൊണ്ട് പറഞ്ഞോളൂ. പിന്നെ കർണാടക കാര്യങ്ങളൊക്കെ നമുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ അറിവിന് വേണ്ടി വായിക്കാന്നുള്ളൂ. നമ്മളുടെ പോയിന്റ് ഓഫ് വ്യൂ അത്ര ഇമ്പോർട്ടന്റ് അല്ല. ഇതേപോലെ തന്നെ NIA കുറച്ച് പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. അപ്പൊ ആരെ അറസ്റ്റ് ചെയ്തെന്നുള്ളതൊന്നും ഇമ്പോർട്ടന്റ് അല്ല. പിന്നെ ഈ ന്യൂസിലായിരുന്നു NIA ടെററിസ്റ്റ് ബന്ധപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട്. അപ്പൊ ഇന്ത്യയിൽ ഓരോരോ ഏരിയ ഓരോരുത്തരെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. അപ്പൊ NIA ആണ് എന്ത് ചെയ്യുന്നത്, ടെററിസ്റ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ നോക്കുന്ന ബോഡി എന്ന് പറയുന്നത് NIA ആക്ട് പ്രകാരം വന്നതാണ്, സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അപ്പൊ NIA കുറിച്ച് ചെറിയ രൂപത്തിൽ നോക്കി വെക്കൽ നല്ലതായിരിക്കും.
പിന്നെ അതുപോലെ തന്നെ ഈ ആർസനിക് എക്സ്പോഷർ, നമ്മുടെ ഗ്രൗണ്ട് വാട്ടർ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ ഇന്ത്യയിൽ നേരിടുന്ന അഗ്രികൾച്ചർ നേരിടുന്ന ഒരു പ്രശ്നമാണ് ഓവർ ആയിട്ടുള്ള ഇറിഗേഷൻ. ഓവർ ഇറിഗേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഗ്രൗണ്ട് വാട്ടർ കണ്ടാമിനേഷൻ നടക്കുന്നുണ്ട്, ആർസനിക് കണ്ടാമിനേഷൻ. അത് പല ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും എന്നുള്ളതാണ് പറയുന്നത്. അപ്പം ഇന്ത്യയിൽ നിങ്ങൾ വാട്ടർ യൂസ് ഒക്കെ നോക്കി വെക്കുക, ഏറ്റവും കൂടുതൽ എവിടെയാണ് വാട്ടർ യൂസ് ചെയ്യുന്നത്, ഇറിഗേഷനിൽ എത്ര സ്ഥാനത്താണ് വരുന്നത്, അത് നോക്കി വെച്ചാൽ നല്ലതായിരിക്കും കേട്ടോ. അതൊക്കെയാണ് അതിൽ അറിയേണ്ടത്. പിന്നെ ന്യൂസ് ഉണ്ടായിരുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. വേൾഡ് ന്യൂസിലേക്ക് വരികയാണെങ്കിൽ പിന്നെ യൂറോപ്യൻ യൂണിയൻ എന്ത് ചെയ്യുന്നുണ്ട്, യൂറോപ്യൻ ടോപ്പ് ഒഫീഷ്യൽസ് ആവശ്യപ്പെട്ടതാണ് മോർ സ്ക്യൂട്ടിനി ഓൺ ഇന്ത്യൻ ഇമ്പോർട്ട്, ഇന്ത്യൻ പ്രോഡക്ട്സ്. റഷ്യൻ ഓയിലിന് ഡെറിവ് ചെയ്യുന്ന ഇന്ത്യ. അപ്പൊ റഷ്യയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റിഫൈനറി പ്രോഡക്റ്റ് വാങ്ങുന്നുണ്ട്. ആ റിഫൈനറി അല്ലെങ്കിൽ നമ്മൾ ഓയിൽ വാങ്ങുന്നുണ്ട്. ആ ഓയിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, റിഫൈനറി പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നുണ്ട് ഇന്ത്യ. ആ പ്രോഡക്ട്സ് യൂറോപ്യൻ യൂണിയനിലോട്ട് വരുന്നുണ്ട്. അത് ഞങ്ങൾക്ക് അങ്ങനെ കൊടുക്കുന്ന ഫണ്ടിങ് റഷ്യൻ എന്ത് ചെയ്യും, യുദ്ധത്തിന് സഹായിക്കുമെന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. ജസ്റ്റ് വായിച്ചാൽ മതി. ഇപ്പൊ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ റിലേഷൻസ് നോക്കി വെക്കുക, അല്ലെങ്കിൽ ഇന്ത്യ ഈ യൂറോപ്പിലുള്ള രാജ്യങ്ങളായിട്ടുള്ള റിലേഷൻസ് നോക്കി വെക്കാൻ നല്ലതായിരിക്കും കേട്ടോ. പിന്നെ ടാക്സ് വേവ്ഡ് ഓൺ ആനുവൽ ഫോറക്സ് സ്പെൻഡ് അപ് ടു 7 lakh വരെ ടാക്സ് വേവർ ആണ്. അപ്പൊ റീസെന്റ് ഇപ്പൊ നമ്മളൊരു ഇത് കൊണ്ടുവന്നതായിരുന്നു, ക്രെഡിറ്റ് ആൻഡ് ഡെബിറ്റ് കാർഡ് സ്പെൻഡ് എക്സീഡിംഗ് ലിമിറ്റ് ഓഫ് ടു ബി പാർട്ട് ഓഫ് ദി ലിബറലൈസ്ഡ് റെമിറ്റൻസ് സ്കീം ഉണ്ട്. ഇത്ര റെമിറ്റൻസ് പറ്റും, അതിന്റെ ലിമിറ്റ് പോയി കഴിഞ്ഞാൽ മാത്രമായിരിക്കും ടാക്സബിൾ ആയിരിക്കാന്ന് പറയുന്നത്. 20% ഓഫ് ദി ടാക്സ് ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതിപ്പം ഗവൺമെന്റ് ഓൺ ഫ്രൈഡേ വോക്ക്ഡ് ബാക്ക് ദ പ്ലാൻ ടു ലെവി 20% ടാക്സ് ഓൺ ദ ഓവർസീസ് ക്രെഡിറ്റ് കാർഡ് സ്പെൻഡിങ് ജൂലൈ 1 മുതൽ. ഓവർസീസ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഇവിടെ സ്പെൻഡ് ചെയ്യുമ്പോൾ അതിന് ടാക്സ് ചെയ്യാൻ 20% ടാക്സ് ചെയ്യാനുള്ള ഇത് ഉണ്ടായിരുന്നു. അപ്പൊ അത് ഒഴിവാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതെന്ന് പറയുന്നത് 7 ലക്ഷം വരെ എന്താണ് ടാക്സ് ഒഴിവാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുള്ളൂ ടാക്സിബിൾ ആയിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്ന് പറയുന്നത് ഒരു കാര്യമാണ്, ടു സ്മോൾ ട്രാൻസാക്ഷൻ അണ്ടർ ദ ലിബറലൈസ്ഡ് റെമിറ്റൻസ് സ്കീം. അതെന്താ നോക്കി വെക്കാം കേട്ടോ. അതാണ് അതിൽ ജസ്റ്റ് വായിക്കേണ്ട കാര്യം. മറ്റേത് ഇങ്ങനെ ഒരു ഇത് ഒഴിവാക്കിയിട്ടുണ്ട്, കൊണ്ടുവരാൻ ഉദ്ദേശമായിരുന്നു, അത് ഒഴിവാക്കിയിട്ടുണ്ട്. 7 ലക്ഷം വരെ. ഓക്കെ, പിന്നെ ഇപ്പൊ RBIന്റെ ട്രിപ്പിൾ ഡിവിഡന്റ് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 80,000-ലധികം കോടി എന്ത് ചെയ്യുന്നുണ്ട്, സർപ്ലസ് ഗവൺമെന്റിനോട് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഗവൺമെന്റ് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഫ്രൈഡേ അപ്രൂവ് ചെയ്തിട്ടുള്ളത് ട്രാൻസ്ഫർ, ഈ ഒരു സർപ്ലസ്. പിന്നെ ട്രിപ്പിൾ ആണ്, മുമ്പുള്ളതിനേക്കാളൊക്കെ 85,000 കോടി ബെനിഫിറ്റ് ആയിട്ടുള്ളതാണ്. എന്ന് പറയുന്നത് പല രീതിയിലായിട്ടും അവർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കണ്ടിജൻസി റിസ്ക് ബഫർ കുറച്ച് കൂട്ടിയിട്ടുണ്ട്, 6% ആക്കിയിട്ടുണ്ട്. ആ RBI കുറച്ചുകൂടെ ക്യാഷ് വെക്കാം. പിന്നെ അതുപോലെ തന്നെ അപ്പൊ RBI എന്ന് പറയുന്നത്, RBI ഇപ്പം പല രീതിയിലും RBI ഇപ്പം ഗവൺമെന്റ് സെക്യൂരിറ്റി കൊടുക്കുമ്പോഴും അല്ലാതെ അവർ ചെയ്യുന്ന ടാക്സ്, അവർ ഇൻട്രസ്റ്റ് റേറ്റ് പേയ്മെന്റ് ആയിട്ടും ഒക്കെ അവർക്ക് എന്ത് ചെയ്യാറുണ്ട്, RBIക്ക് ഇതുണ്ട്, വരുമാനം കിട്ടും, സർപ്ലസ് കിട്ടും. ആ സർപ്ലസ് ഒരു നിശ്ചിത സംഖ്യ അവിടെ മെയിൻറ്റെയിൻ ചെയ്യും. ഇപ്പൊ നമ്മളിപ്പോ കണ്ടിജൻസി ബഫർ ആയിട്ട് അത് 6%, അത് മെയിൻറ്റെയിൻ ചെയ്ത് ബാക്കിയൊക്കെ എന്താ ചെയ്യുക, കുറച്ച് 1-2 കാര്യങ്ങൾ അതിൽ മെയിൻറ്റെയിൻ ചെയ്ത് അവരുടെ സ്റ്റാഫിന്റെ ഇത് കാര്യങ്ങളൊക്കെ ബാക്കിയുള്ളത് എങ്ങോട്ട് കൊടുക്കുക ചെയ്യാം, പിന്നെ നമ്മുടെ ഗവൺമെന്റിലോട്ട് കൊടുക്കുക ചെയ്യാം കേട്ടോ. അപ്പൊ അതിൽ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്, അത് നോക്കി വെക്കുക. RBIയുടെ മെയിൻ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ബോഡിയാണ് കേട്ടോ, അത് നോക്കി വെക്കുക. പിന്നെ മോണിറ്ററി പോളിസി കമ്മിറ്റി ഒക്കെ നിങ്ങൾ പിന്നീട് പഠിക്കുന്നതായിരിക്കും RBIയുമായി ബന്ധപ്പെട്ട്, അതാണ് അതിൽ അറിയേണ്ട കാര്യം. സെബി ഓൾറെഡി ഒന്ന് വായിക്കണം എന്ന് ഞാൻ പറഞ്ഞു, ഒന്ന് വായിച്ചാൽ മതി. അതൊക്കെയാണ് ഇന്നത്തെ ന്യൂസിൽ പ്രധാനമായിട്ടും അറിയേണ്ടത്. കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ ഇന്ന് വായിക്കാനും മനസ്സിലാക്കാനും. അപ്പം ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നന്നായിട്ടും വായിക്കുക. ഡൗട്ട്സോ കാര്യങ്ങളുണ്ട് കമന്റ് രേഖപ്പെടുത്തുക, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക, എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത്, ഇതേ രീതിയിൽ പോയാൽ മതിയോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ PCM ക്ലാസ് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം, ഉടനെ തന്നെ ഇവരുടെ നമ്പറുമായിട്ട് ബന്ധപ്പെടാം. വളരെ കുറഞ്ഞ ഫീസിലാണ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുക. കംപ്ലീറ്റ് ക്ലാസ്സും മെറ്റീരിയലും കറണ്ട് അഫയേഴ്സ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സും എല്ലാം ഉണ്ടാവുന്ന പ്രോഗ്രാമാണ്. താല്പര്യമുള്ള ആളുകൾക്ക് ഉടനെ നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. പിന്നെ പ്ലസ് ഇനി അതെല്ലാം കംപ്ലീറ്റ് സെൽഫായിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് ഇൻഡിവിജ്വൽ മെന്ററിംഗ് പോലത്തെ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതും എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. കൂടുതൽ വിവരങ്ങളൊക്കെ ആയിട്ട് 8590840250 എന്നുള്ള വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അടിക്കുകയോ കോൾ ചെയ്യുക ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ്. അപ്പോൾ മറ്റൊരു ന്യൂസ് അനാലിസ്റ്റുമായിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും